അധികാരത്തിലേറെ നാളുകൾ തികയും മുൻപേ അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങിയ UDF സർക്കാർ വീണ്ടും നാണം കെടുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതിയുടെ വക്കീലിനെ ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ച വിവാദത്തിൽ ഒടുവിൽ VD സതീശൻ സർക്കാരിന് മുഖം രക്ഷിക്കാൻ ഗവൺമെന്റ് പ്ലീഡറെ നിർബന്ധിച്ച് രാജിവെപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. പ്രതിയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് KB പ്രദീപ് രാജിവെച്ചതോടെ അഴിമതിക്ക് കുടപിടിക്കുന്ന മുഖ്യമന്ത്രി VD സതീശന്റെയും UDFന്റെയും വികൃത മുഖമാണ് ജനങ്ങൾക്ക് മുന്നിൽ വീണ്ടും തുറന്നു കാട്ടപ്പെടുന്നത്. വൈദ്യുതി മന്ത്രിയും KPCC പ്രസിഡന്റുമായ സണ്ണി ജോസഫിന്റെ സ്വന്തം അളിയൻ ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നാണം കെട്ട് രാജിവെപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സതീശൻ സർക്കാരിന് വീണ് കിട്ടിയ അടുത്ത പ്രഹരം. ശബരിമലയിലെ ശ്രീകോവിൽ വാതിലിൽ നിന്നും കട്ടിടപ്പടിയിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്ത് മുക്കിയ കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ സ്വന്തം വക്കീലിനെയാണ് ദേവസ്വം കേസുകൾ വാദിക്കാൻ സ്പെഷ്യൽ പ്ലീഡറാക്കിയത്. അയ്യപ്പന്റെ സ്വർണം കവർന്ന കള്ളന് ദേവസ്വം വകുപ്പിൽ തന്നെ ചൂട്ട് പിടിച്ചു കൊടുക്കുന്ന വിചിത്രമായ ഭരണമാണ് സതീശന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ആഞ്ഞടിച്ചിരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് ഇടപെട്ട് ഇല്ലാത്ത തസ്തികയുണ്ടാക്കിയാണ് ഈ വിവാദ നിയമനം നടത്തിയതെന്ന ദേവസ്വം മന്ത്രി K മുരളീധരന്റെ തുറന്നു പറച്ചൽ UDF ക്യാമ്പിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കി. പ്രതിയുടെ ദൗർബല്യം അറിയുന്നയാൾ അഭിഭാഷകനാകുന്നത് നല്ലതല്ലേ എന്ന ദേവസ്വം മന്ത്രിയുടെ വിചിത്രവാദം കേട്ട് കേരളം ഒന്നടങ്കം മൂക്കത്ത് വിരൽ വെച്ചു. ഒടുവിൽ കള്ളൻ വക്കീൽ ഭരണകൂട അവിശുദ്ധ കൂട്ടുകെട്ട് പരസ്യമായതോടെ പിടിച്ചു നിൽക്കാനാകാതെ മുഖ്യമന്ത്രി സതീശൻ തന്നെ പ്രദീപിനോട് രാജി ആവശ്യപ്പെടുകയായിരുന്നു. പ്രതിയുടെ വക്കീലിനെ ദേവസ്വം പ്ലീഡറാക്കിയ നാണം കെട്ട അഴിമതിയിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലുള്ള ദേവസ്വം മന്ത്രി K മുരളീധരന്റെ ന്യായീകരണം പച്ചക്കള്ളമാണെന്ന് തെളിയുന്നു. നിയമനം നടത്തിയത് മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ടാണെന്നും അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് നൽകിയിരുന്നുവെന്നുമുള്ള മുരളീധരന്റെ വാദം വെറും ജനക്കണ്ണിൽ പൊടിയിടലാണ്. സെക്രട്ടേറിയറ്റിലെ റൂൾസ് ഓഫ് ബിസിനസ് നിയമങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ വകുപ്പ് മന്ത്രി അറിയാതെ ഈ ഫയലിൽ ഒരു ഈച്ച പോലും അനങ്ങില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മന്ത്രി മുരളീധരൻ ഒപ്പിടാതെയും അനുമതി നൽകാതെയും ഈ കള്ളൻ വക്കീൽ നിയമനം ഒരിക്കലും നടക്കില്ല. മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കേണ്ട ഫയൽ മുഖ്യമന്ത്രിക്ക് നൽകേണ്ടത് ചട്ടപ്രകാരം വകുപ്പ് മന്ത്രിയാണ്. മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുക എന്ന് മുഖ്യമന്ത്രി ഉത്തരവിട്ട ഫയൽ തിരികെ എത്തുന്നതും ഇതേ വകുപ്പ് മന്ത്രിയുടെ കൈകളിൽ. ചീഫ് സെക്രട്ടറി വഴി തിരുത്തലുകൾ വരുത്തി ഇംഗ്ലീഷിലും മലയാളത്തിലുമായി തയ്യാറാക്കുന്ന ക്യാബിനറ്റ് നോട്ടുകൾ വീണ്ടും വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് വഴി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അടുക്കലെത്തുക. മന്ത്രിസഭാ യോഗത്തിന് മുൻപായി ഈ അജണ്ടയും രേഖകളും അടങ്ങിയ സീൽഡ് കവർ അതീവ രഹസ്യമായി ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. മന്ത്രിസഭ തീരുമാനമെടുത്ത ശേഷവും ഉത്തരവിറക്കുന്നതിന് തൊട്ടു മുൻപുമായി ഫയൽ വീണ്ടും അന്തിമ അനുമതിക്കായി വകുപ്പ് മന്ത്രിയായ K മുരളീധരന് മുന്നിൽ സമർപ്പിച്ചിരിക്കണം. ഇത്രയധികം തവണ സ്വന്തം കൈകളിലൂടെ കടന്നുപോയ ഫയലിനെ കുറിച്ചാണ് താൻ ഒന്നും അറിഞ്ഞില്ലെന്ന് മന്ത്രി മുരളീധരൻ തട്ടിവിടുന്നത്. അത്യന്തം അടിയന്തര സാഹചര്യങ്ങളിൽ അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയം പരിഗണിച്ചാൽ പോലും വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാനാകില്ല. എന്നിട്ടും ഈ നിയമനം മുഖ്യമന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത് UDF മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തമില്ലായ്മയുടെയും പച്ചയായ ജനവഞ്ചനയുടെയും തെളിവാണ്. ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ സ്വജനപക്ഷപാതത്തിന്റെ പേരിൽ മന്ത്രി സണ്ണി ജോസഫിന്റെ അളിയനെ പുറത്താക്കേണ്ടി വന്ന സതീശൻ സർക്കാരിന് ഈ സ്വർണ്ണക്കൊള്ളക്കേസ് വക്കീലിന്റെ രാജിയും കനത്ത പ്രഹരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശബരിമലയെ പോലും അഴിമതിക്കാരുടെ താവളമാക്കാൻ മടിക്കാത്ത UDF സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പിനെതിരെയും അഴിമതിക്കെതിരെയും സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും അതിശക്തമായ പ്രതിഷേധമാണ് ഇരമ്പുന്നത്. തുടർച്ചയായ ഈ നാണം കെട്ട രാജികൾ VD സതീശൻ സർക്കാരിന്റെ കസേരയുടെ ഇളക്കം കൂട്ടുമെന്നുറപ്പാണ്.